നേരത്തെ നമ്മളൊരു വാർത്ത പറഞ്ഞില്ലേ, ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഷൺമുഖൻ എന്ന വൃദ്ധൻ ദുരിതാവസ്ഥയിലാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് നെയ്രൂരിലാണ് ഈ സംഭവം. 3 മക്കളുള്ള വൃദ്ധനെയാണ് മകൻ ഉപേക്ഷിച്ച് വാടക വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ മക്കൾ ഉപേക്ഷിച്ച കിടപ്പ് രോഗിയായ വയോധികൻ ഷൺമുഖനെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനമായി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ടത്. വയോധികനെ ഉപേക്ഷിച്ച മകനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് തൃപ്പൂണിത്തുറ നഗരസഭ വൈസ് ചെയർമാൻ കെ പ്രദീപ് കുമാർ പറഞ്ഞു. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. ശ്യാംകുമാർ, വിശദാംശങ്ങൾ. നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തൃപ്പൂണിത്തുറ നഗരസഭ അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ടു. പ്രദേശത്തെ കൗൺസിലർ കൂടിയാണ് കെ പ്രദീപ് കുമാർ. അദ്ദേഹം നഗരസഭ വൈസ് ചെയർമാനാണ്. ഇപ്പോൾ പാലിയേറ്റീവ് അംഗങ്ങൾ ഇവിടെ എത്തി ഈ വൃദ്ധനെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് പറയുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. എന്തായിരിക്കും ഇനി ചെയ്യാൻ സാധിക്കുക? നമ്മൾ ബന്ധപ്പെട്ടൊരു താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുക പാലിയേറ്റീവിൻ്റെ യൂണിറ്റ് ഇപ്പോൾ വരും, വന്ന് പ്രാഥമികമായ പരിശോധന നടത്തി ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ നോക്കും. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ അഡ്മിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മകനെതിരായിട്ട് പരാതി കൗൺസിലർ എന്ന രീതിയിലാണ് കൊടുക്കുക? ഞാൻ കൊടുക്കും. കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട് ഈ മകനെതിരെ പോലീസ്. അദ്ദേഹത്തെ മാറ്റും, പേഷ്യൻറ്റിനെ അടിയന്തരമായിട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഏതായാലും നഗരസഭ വൈസ് ചെയർമാൻ ഉൾപ്പെടെ അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നു. അല്പസമയത്തിനകം പാലിയേറ്റീവ് യൂണിറ്റ് ആംബുലൻസ് സഹിതം ഇവിടെ എത്തും. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റും. അദ്ദേഹത്തെ കിടപ്പ് രോഗിയാണ്, ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകർ എത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് മാറ്റുകയും മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള നടപടികൾ അടിയന്തരമായി പോവുകയാണ്. അതിനൊപ്പം തന്നെ മകനെതിരായിട്ട് കൗൺസിലർ പരാതി നൽകാൻ പോകുന്നു. അച്ഛനെ ഉപേക്ഷിച്ചു പോയ മകനെതിരായിട്ട് വൈസ് ചെയർമാനും കൗൺസിലറുമായ പ്രദീപ് പോലീസിൽ പരാതി നൽകുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിയമ നടപടികൾ തുടരും. അതിനൊപ്പം തന്നെ മനുഷ്യത്വത്തിന്റെ ഒരു കൈത്താങ് അദ്ദേഹത്തിനെ തേടിയെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് മാറ്റും. ഓക്കെ, താങ്ക് യു. നല്ല കാര്യമാണ്. എന്തായാലും ഷൺമുഖന് ആശുപത്രിയിൽ അഭയം ലഭിക്കട്ടെ. ഈ ഓടിപ്പോയ 3 മക്കൾ മടങ്ങി വരൂ, ഈ പിതാവിനെ സംരക്ഷിക്കൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്.